നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ പ്രാരംഭ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വമാവാം, ആരോഗ്യ പരിചരണമാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം. ഏതാണ് നമ്മുടെ ആവശ്യമെന്ന് നോക്കി അനുയോജ്യമായ പോളിസികൾ വേണം തിരഞ്ഞെടുക്കാൻ. ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന്, കുടുംബത്തിന്റെ പ്രാഥമിക ചിലവുകൾ, വായ്പകൾ അടച്ചു തീർക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ, മറ്റ് ചിലവുകൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സ്വരൂപിക്കേണ്ടതും ആവശ്യമാണ്. അടിയന്തര സാഹചര്യം മുൻനിർത്തി പല നിക്ഷേപങ്ങളും, ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ നടത്തേണ്ടതും എമർജൻസി ഫണ്ടിന് വേണ്ടി കരുതൽ ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ്. വ്യത്യസ്ത പോളിസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടേം ഇൻഷുറൻസ്. ഈ പോളിസി നിശ്ചിത കാലയളവിന് വേണ്ടി മാത്രം സുരക്ഷ നൽകുന്നതാണ്. ഒരു കൃത്യമായ കാലയളവിലേക്ക് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നു. ആ ഒരു കാലയളവിനുള്ളിൽ നമ്മൾക്ക് എന്തെങ്കിലും കുടുംബനാഥനോ ആരാണ് പോളിസി എടുത്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു സുരക്ഷ ആയിട്ട് ഒരു തുക കിട്ടുക എന്നുള്ളതാണ് ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ സുരക്ഷ നൽകുന്നതാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ലൈഫിന് റിസ്ക് കവറേജ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഓൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ്, അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം അടയ്ക്കലും അതുപോലെ തന്നെ ഒരു നിക്ഷേപം ഉണ്ടാക്കലുമാണ് ഉദ്ദേശിക്കുന്നത്. പോളിസികളുടെ വിശകലനം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ്. പോളിസിയുടെ എന്തെല്ലാം പരിമിതികൾ പോളിസിക്കുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് അതിന് കിട്ടുന്നത്, എത്ര നാളത്തേക്കാണ് അടയ്ക്കേണ്ടത്, അതിൻ്റെ പ്രീമിയത്തിൻ്റെ നിരക്കുകൾ എന്താണ്, അതിന് ലോൺ ഫെസിലിറ്റീസ് ഉണ്ടോ, ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ യോഗ്യതയുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം ഒരു പോളിസി തിരഞ്ഞെടുക്കാനായിട്ട്. ഏറ്റവും അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. എല്ലാ പോളിസികളുടെയും വിശദമായ ഒരു വിശകലനം നൽകി അതിൻ്റെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പോളിസി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. പ്രാഥമിക ആവശ്യങ്ങൾ പരിഗണിച്ച് തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത്. അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം പോളിസി എടുക്കാൻ. ലൈഫ് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ബെനിഫിറ്റ് പരിശോധിച്ച് ഏറ്റവും അനുയോജ്യമായത് വേണം തിരഞ്ഞെടുക്കാൻ. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിനും ഞങ്ങളുടെ ഗൈഡൻസ് എടുക്കാം. അടുത്ത ഒരു എപ്പിസോഡുമായി വരും വരെ ബി ഹാപ്പി, ബൈ.